ചങ്ങകളെ നമ്മുടെ ബർത്ത്ഡേ കുട്ടി തേനാട്ടോ. അപ്പോഴേക്കും മുടിയൊക്കെ സെറ്റാക്കി. ഇത് ഞാൻ വാങ്ങിച്ചെടുത്ത ബർത്ത്ഡേ കോടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ നോക്കിയേ, ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഒരു കല്യാണം, പണ്ടത്തെ കല്യാണ വീടൊക്കെ അലങ്കരിക്കുന്നത് ഇങ്ങനല്ലേ ചങ്ങളെ. പണ്ട് കല്യാണം ഇത് എവിടേക്ക് ചൂലൊക്കെ പിടിച്ച് ദീ കുരുട്ടടക്കയുടെ പണിയാണ് കേട്ടോ. എവിടേക്ക് ചൂല ആ കുരുട്ടടക്കയുടെ പണി എന്തിട്ടടി പൊന്നു കാണിച്ചേക്കണേ. ഇത് നോക്കിട്ടോ, ഇതിങ്ങനെ അത് നോക്കിയ ഇതെന്തിട്ട് ഫാനും വന്നിട്ട് കിടക്കണേ നീരാളി. അതെ, ഒരാള് കൊറേ നേരമായി ഇരുന്ന് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങിയിട്ടാ. ഈ അജി എടി 10 വീർപ്പിച്ചിട്ട് 9 പൊട്ടിപ്പോയില്ലേ. ഇതൊക്കെ ഈ താഴെ കിടക്കുന്നതൊക്കെ പൊട്ടിപ്പോയതാണ് ചങ്കളെ. 10 ബാക്കിയുള്ള ബലൂണൊക്കെ എന്തേ അതിന്റെ അടി കിടക്കണ്ട് ബലൂണൊക്കെ ബാക്കിയുള്ളത്. അപ്പൊ ഇത്രയും ബലൂൺ ഉണ്ടാക്കിയിട്ട് 100 എണ്ണത്തിന്റെ പാക്കറ്റ് വാങ്ങിച്ചതാ. ആ ഇവിടെ ഉണ്ടല്ലേ, അതൊക്കെ ഇപ്പൊ നമ്മുടെ പൂച്ചകൾ കഴിച്ചിട്ട് ഞാൻ ശരിയാക്കി തന്നുള്ളത്. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഞാന് എന്താ പറയാ, അപ്പൊ ഞാനും കുളിക്കിട്ട് പോയിട്ട്. അപ്പൊ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കേക്കിന്റെ ഫോട്ടോ എടുത്തില്ല, അപ്പൊ അതൊക്കെ ഞാനിപ്പോ കാണിച്ചു തരാട്ടെ നിങ്ങളെ. അപ്പൊ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെ ഒരു കേക്കാണ് വാങ്ങിച്ചേക്കുന്നത്. പതിവ് പോലെ തന്നെ എൻ്റെ കൂട്ടുകാരി നിമിഷയാണ് കേക്ക് ഉണ്ടാക്കി തന്നേക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയി കുളിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഞങ്ങൾ വേഗം സുന്ദരികളായിട്ട് വരട്ടെ. ഇപ്പം ഉണ്ടെന്ന് കുളിച്ചില്ലേ രാവിലെ തന്നെ? എൻ്റെ മോള് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പച്ചൻ്റെ അടുത്ത് പോയില്ലേ, പ്രാർത്ഥിച്ചില്ലേ, അമ്മമ്മേനെ കണ്ടില്ലേ? ഓക്കെ. അപ്പം അപ്പച്ചനോട് പറഞ്ഞില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന്? ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേയും കൂടിയിട്ടാണ്. അപ്പോൾ അപ്പച്ചൻ്റെ നമ്മുടെ അപ്പച്ചന്മാർക്ക് വേണ്ടിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ പപ്പിയുടെ ബർത്ത്ഡേ ഫാദേഴ്സ് ഡേയും ഒരു ദിവസം വന്ന് അപ്പോൾ ഇത്തവണ. അപ്പോൾ നമുക്ക് അടുത്ത ബർത്ത്ഡേ വിശേഷങ്ങളിലേക്ക് പോകാം ചങ്കളെ. അപ്പോൾ നമ്മൾ വേഗം ഫ്രഷ് ആയിട്ട് എല്ലാവരും വരാം. നമുക്ക് കേക്കൊക്കെ മുറിക്കണം. ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഭക്ഷണം ഉള്ളത് കാണിച്ചാൽ സെൽഫി ഇടില്ല ഞാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് കൊച്ചൊന്ന് സെൽഫി ഇടാത്തേന്ന്. എന്നാൽ ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് തുടങ്ങി അടുക്കളയിലാണ്. ഇവിടെ എന്നെ ഏൽപ്പിച്ചിട്ട് പള്ളിയിൽ പോയി. അപ്പോൾ അടുക്കളയിലാണ്. ചുള്ളിയല്ല, ചുമന്നുള്ളി. ആ ഇന്നത്തെ സ്പെഷ്യൽ എന്നിട്ടാ. അപ്പൊ ഇന്ന് പമ്മുവിന്റെ സ്പെഷ്യലാണ് മസാല ശവായ മന്തി. ആ ഉള്ളി തൊലിച്ചത് ഇവളാട്ടാ. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് എന്താണ് ചങ്കള അതിന് തൊലിച്ചെന്നൊക്കെ പറയണേ. അവളെ ഉള്ളി തൊലിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എന്താണ് അപ്പൊ തൊലിച്ചത് അവളാണ്. ആ മയോണൈസിന് മുട്ട വാങ്ങിക്കണം പോയിട്ട് ഒക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ അപ്പൊ ജാനുവിന്റെ പണി കഴിഞ്ഞാ? ഇത് നമ്മുടെ വീട്ടിലെ വേലക്കാരിയാണ് കേട്ടോ ജാനു. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പോവാട്ടാ. ബാ എന്നിട്ട് അത് ഞാൻ ഇത് കറങ്ങുമ്പോ ചിരിച്ചിട്ട് മരിക്കും. ഹലോ ചാനകളെ, അപ്പൊ നമ്മളൊക്കെ എല്ലാവരും ഇതേ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇതേ കേക്ക് എടുക്കാൻ പോണ്. ഇവിടെ എല്ലാവരും സെറ്റാണ്. അജി വാരും ഇങ്ങട്. അജി ഇതേ പുതിയ ചുരിദാറൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഇവിടെ എന്താ കല്യാണത്തിനോണാ? എൻ്റെ പൊന്നൂസിൻ്റെ ഇതൊക്കെ കണ്ട അലങ്കോലപ്പണി എന്തിട്ട് കാണിച്ചേക്കണേ. അതാണ് നേരത്തെ അലമ്പ് പണി ചെയ്ത് വെച്ചത്. അപ്പോൾ ദേ ഇവിടെ എത്തി വന്നിട്ടുണ്ട്, മേഘന വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ദേ സെറ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നിമിഷയ്ക്ക് ഒരു താങ്ക്സ് പറയാട്ടെ. നിമിഷ അടിപൊളി കേക്കായിട്ടുണ്ട് മുത്തേ, താങ്ക്സ് ഇട്ടാ. അപ്പോൾ നമുക്ക് കേക്ക് മുറിച്ചാലോ? അതൊക്കെ എടുത്താണ്. അപ്പോൾ കേക്ക് മുറിക്കുക. പമ്മു കിച്ചു ദേ നമ്മുടെ ബംഗാളി ബായിനെ എല്ലാവരും ചോദിക്കാറുണ്ട്, നമ്മുടെ ബംഗാളി എവിടെ, കിച്ചു എവിടെ എന്നിട്ടാ. അപ്പോൾ കിച്ചുവിന് നമ്മുടെ വീഡിയോസ് കണ്ട് കുറേ പേര് ബംഗാളിയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ശരിക്കും ബംഗാളി അല്ല കേട്ടോ, കാസർഗോഡുകാരനാണ്. ബംഗാളി നെഹി ഹേ. അപ്പോൾ കിച്ചു ഉണ്ട്. കിച്ചു നാട്ടിൽ പോയേക്കാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്, ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോയേക്കാണ്. അപ്പോൾ കിച്ചു ലൈവിലുണ്ട്, വാട്സപ്പ് കോൾ ഇതൊക്കെയാണ്. കിച്ചു ഇല്ലാണ്ട് എന്താഘോഷം. ഓക്കെ. അപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് എല്ലായിടത്തും കിടക്കുക കണ്ട. ഇത് ഒട്ടിക്കാനൊക്കെ മറന്നു എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി അല്ലേ? അതെ, ഭയങ്കര പൊട്ടണൊച്ച കേട്ടിട്ട് തല കറങ്ങിയിട്ട് പാടില്ല. ഞാൻ എടുക്കട്ടെ. കേക്ക് നോക്കി കിച്ചു, കേക്ക് ഒക്കെ പറക്കിട്ടാണ് കേട്ടോ. എന്നിട്ടാ അത് കുഴപ്പമില്ല, അത് മതി. അപ്പൊ ചങ്കാളെ നമ്മൾ കേക്ക് മുറിക്കുക. അപ്പുറത്തെ എന്ത് വന്നില്ല, അപ്പുറത്തെ വീട്ടിലെ ഹരിതേനെ മക്കളെ വിളിക്കാൻ പോയിക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിലായിട്ടാണ്. അവിടെ 2 കുട്ടികളുണ്ട്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ്. കുഞ്ഞുമക്കളാണെങ്കിൽ നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരോട് വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. ഓക്കെ. സോറി ചങ്ങ, ശരിക്കും കത്തിച്ച് ഊറാൻ പാടില്ല. ഊറാൻ പാടുണ്ടോ?
തിരി ശരിക്കും ഊതാൻ പാടില്ല. തിരി വേണോ വേണ്ടയോ? തിരി ഊതി കിടത്താൻ പാടില്ല ശരിക്കും ആയുസിന്റെ. അതെന്തൊക്കെയാ പറയണേക്കാ. എനിക്ക് ആയുസ് വേണ്ടോ? അതല്ല വെറുതെ പറഞ്ഞു തിരി കത്തിയുള്ള അതിന് വെള്ളം വെക്കണ ഇവിടെ കൊച്ചിന് മുറിക്കാനായിട്ട് തയ്യാറായിട്ട്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അയ്യോട്ട് ക്ലാപ്പ് ക്ലാപ്പ്. ഞാൻ കൊടുക്കട്ടെ. Happy birthday to you. വാ, കേക്ക് വെച്ചെടുക്ക്. ല്ലേ ആ. ചെക്കനെ എടുക്ക്. കേക്ക് കഴിച്ച്. പൊന്നു. ഇതിപ്പോ കൊടി പിടിച്ച് ഹലോ ഹലോ മകനാക്കട്ടെ മകനാക്കട്ടെ മകനാക്കട്ടെ. അച്ചോടാ വിജയകരമായി നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ എല്ലാവരും ഉണ്ട്. അജിയും ഹരിതവരൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികളുടെ. അപ്പൊ ഇനി കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാം അല്ലേ? അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഇനി ഫുഡ് പൊന്നു ഫുഡ് ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തേ. ഷവായി മന്തി ഷവായ അവിടെയാ. എന്ത് മന്തിയുടെ മെയിൻ സാധനങ്ങൾ ഇവിടെയാണ് ഗൈസ്. ഷവായ ഫോണിൽ കളറില്ലാട്ടെ, ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. അതെ, നേരിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോ ടാറ്റ ബൈ ബൈ, സീ യു, ബൈ ബൈ. അപ്പൊ ഒരു കാര്യം മറന്ന്, ഇവിടെ ബിരിയാണിയുടെ അല്ലാത്ത കുഴിമന്തിയുടെ മണം കേട്ട കഴിഞ്ഞപ്പോ ഇവരൊരു കാര്യം മറന്നു. കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മറന്ന്. അപ്പൊ ഇവരൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും. നിന്റെ ഗിഫ്റ്റ് എവിടെ? ചേച്ചി പൊന്നു ചേച്ചി വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ചെരുപ്പായിരുന്നു. അപ്പൊ അത് രാവിലെ ചെരുപ്പിട്ടിട്ട് പള്ളിയിൽ പോയിട്ട് അപ്പൊ അത് കാണിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ പമ്മൂന്റെ എവിടെ? പമ്മൂന്റെ ഗിഫ്റ്റ് കൊടുക്കണേ എവിടെ? ഇങ്ങടോ ഇവിടേക്ക് ഇരിപ്പായോ? അവിടെ മേഘനയുടെ ഗിഫ്റ്റ് എവിടെ? മേഘന എന്തോ കൂട്ടുകാരത്തി കണ്ടത്, പപ്പിയുടെ ഫ്രണ്ടാണേ. എന്റെ പൊന്നി, അപ്പൊ ലൂണൊക്കെ എടുത്ത് കാട്ടിക്കളാ. എന്നിട്ടടി സംഭവം ഫോട്ടോ ഒന്നും തോന്നുന്നില്ലോ. ഒന്ന് ആവതോർ കൂടി പൊട്ടിക്കണ്ട കൊച്ചേ. അതെ കാണിച്ചടി. ആ, രണ്ടുപേർക്കിടെ ഫോട്ടോ കൂട്ടുകാരത്തി കൊടുത്തതാണ് കേട്ടാ. ഇപ്പൊ മേഘനെ കുട്ടി കൊടുത്തത്. സ്നേഹപ്രകടനം. അപ്പൊ ചേച്ചിയുടെ ഗിഫ്റ്റ് ചേച്ചി എന്തിട്ട് കൊടുത്തേ? ആ കൊടുക്ക്. അതൊരു ഇഷ്ടമില്ലാത്തൊരു ബർത്ത്ഡേ ടു യു. ആ, എവിടെ അജി മമ്മിയുടെ? എവിടെ അജി മമ്മിയുടെ ഗിഫ്റ്റ്? എവിടെ?
അപ്പൊ അജി മമ്മിയുടെ ഇനി ഉണ്ടല്ലോ ഒരെണ്ണം കിട്ടാണ്ടല്ലോ. ഇത് കിച്ചുവിന്റെ ഗിഫ്റ്റാണ്. കിച്ചു ഇവിടെ ഇല്ല, പക്ഷെ കിച്ചു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് പപ്പിക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പൊ ഇതേ കിച്ചുവിന്റെ ഡ്രസ്സ്. കിച്ചുവിനാണ് ഉമ്മ കൊടുക്കണ്ടേ. പപ്പിക്ക് പൊന്നുവിനാണ് കിട്ടിയത്, കിച്ചുവിനുള്ള ഉമ്മാട്ടാ. പിന്നെ ഇതേ കുറെ മിഠായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനെന്താ കൊടുത്തതെന്നൊക്കെ ചോദിക്കും. ഞാനൊന്നും കൊടുത്തില്ല. അവൾ ഇട്ടേക്കുന്ന ഉടുപ്പ് ഞാൻ എടുത്തു കൊടുത്താണ് കേട്ടോ. പിന്നെ ഞാനാണല്ലോ അവൾക്ക് ജന്മം കൊടുത്ത, അതന്നെ വലിയ ഗിഫ്റ്റ് അല്ലേ. പൊട്ടിച്ചതിനെ കൊല്ലും ഞാൻ. അപ്പൊ അടയ്ക്ക് പേരോട് പൊട്ടിച്ചല്ലേ, അതൊക്കെ കിട്ടി അല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നിട്ടാന്ന് പറയുമ്പോ ചങ്കളെ അല്ല, ഞാൻ പറയുന്നില്ല തെറ്റിന് പറയുന്ന കേട്ടോ. ഇന്നത്തെ ദിവസം ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് കേക്ക് മുറിക്കല്, ഡ്രസ്സ്, ഗിഫ്റ്റുകള് എല്ലാരും കൊടുക്കണ്. ശരിക്കും ഇന്നത്തെ ദിവസം എനിക്കും ഗിഫ്റ്റൊക്കെ തരണമായിരുന്നു ഇവരെല്ലാവരും. കാരണം 9 മാസം ചുമന്ന് പെറ്റത് ഞാനല്ലേ. എങ്ങനെ ശ്വാസം മുട്ടി കിടക്കണേ, എനിക്ക് മാത്രം ഗിഫ്റ്റുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട ഉണക്കും എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എനിക്ക് ആരും ഗിഫ്റ്റൊന്നും തന്നില്ല. അപ്പൊ ഇതായിരിക്കണില്ല ഒരാള്, ഒരു അപ്പച്ചനാണ് കേട്ടോ. ആൾക്ക് സന്തോഷമായിട്ട് അതൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണത്. അപ്പൊ അപ്പച്ച ഹാപ്പി അല്ലേ. പപ്പിയുടെ ബർത്ത്ഡേ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, അജി വന്നിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, പപ്പിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പൊന്നിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പച്ച. അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി എന്നിട്ടാ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചങ്കളെ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പമ്മാണ് കുഴിമന്തി ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവേണ്ട. ബലൂണൊക്കെ വീർപ്പിച്ചത് വെറുതെ ആയിപ്പോട്ടെ, അതൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഒന്നും എവിടെയും നമ്മളിങ്ങനെ വലിയ അലങ്കാരപ്പണിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ടാറ്റ ബൈ ബൈ. അപ്പൊ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ്. അപ്പൊ പപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷമാണ് ഇപ്പൊ കണ്ടത്. 15ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക വിത്ത് ഫാമിലി. നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലുത്. അവരെപ്പോഴും അവരെ ചേർത്ത് പിടിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന സന്തോഷം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ടാറ്റ ബൈ ബൈ ചങ്കളെ. അപ്പൊ പപ്പിയേ താങ്ക്സ് പറ എല്ലാവരോടും. താങ്ക് യു. ഇതാണ് ചീപ്പിക്കുട്ടി എന്നെ മുത്ത്. ചീപ്പിയുടെ റായും തരണേ ആന്റിക്ക് വീഡിയോ ചെയ്യാനായിട്ട്. കൊച്ചു തരും. അപ്പൊ ടാറ്റാട്ട് ചങ്കളെ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഈ കുരുത്തം കെട്ടുള്ള കൊണ്ട് തോറ്റു ആ അജി. അവളാണ് വെള്ളം ബലൂണ് പൊട്ടിച്ചോടിച്ച് എന്റെ ചെവിടൊക്കെ പോയി കിടക്കെ. ഇവളെ കെട്ടിട്ടോണ്ട് ഇവള് ചെവിടിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടല്ലോ, 5 ഒരുമിച്ച് പൊട്ടിക്കണം. നിന്റെ അവിടുത്തെ ഭാഷ ഇവിടെ പറയല്ലേ, എന്നിട്ട് പെരുപ്പിച്ച അപ്പൊ ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.